സാർ, ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് 370 ചർച്ചയാവുന്നു. ഈ പാകിസ്ഥാൻ്റെ മന്ത്രി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പ്രതിരോധ മന്ത്രിയാണ്, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനും അതോടൊപ്പം കോൺഗ്രസിനും ഒരേ നിലപാടാണ്. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് സഖ്യം വിജയിക്കും. ഈ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇത്രയും കോൺഗ്രസിനെ, ഞങ്ങൾ ഒരേ നിലപാടാണെന്ന് പറയാം. വേറൊരു രാജ്യത്തെ പ്രതിരോധ മന്ത്രിയാണ് ഇവിടുത്തെ കാര്യത്തിൽ, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, അത് നമ്മുടെ വേറൊരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ എക്കാലത്തെയും ശത്രു പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യം, അവിടുത്തെ പ്രതിരോധ മന്ത്രി പറയുകയാണ്. ഒന്ന് പറയുന്നത് യാഥാർത്ഥ്യം, രണ്ട് അയാൾ ചെയ്യുന്നത് മണ്ടത്തരം. യാഥാർത്ഥ്യം പിന്നെ 370 വകുപ്പ് പുനഃസ്ഥാപിക്കണം എന്നല്ലേ കോൺഗ്രസിന്റെ നിലപാട്? അതെ, കോൺഗ്രസിന്റെ നിലപാട്. അത് 370 വകുപ്പ് നിലനിർത്തണം തന്നെയായിരുന്നു അവരുടെ നിലപാട്. അത് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാട് ഇതൊക്കെ തന്നെ. വളരെ പ്രാദേശിക പാർട്ടികൾ BJP മാത്രമാണ്. കാരണം കാശ്മീരായിട്ട് ഒരു രീതിയിലും ബന്ധമില്ലാത്ത പ്രാദേശിക പാർട്ടികളും പിന്നെ BJP ദേശീയ പാർട്ടിയായ BJP മാത്രമാണ് ഈ വിഷയത്തിൽ എതിരായിട്ടുള്ള നിലപാടെടുത്തത്. അയാൾ പറഞ്ഞത് ശരിയാണ്. രണ്ട്, അത് കോൺഗ്രസ് രാജ്യദ്രോഹികളായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അത് കോൺഗ്രസിന്റെ നിലപാടാണ്. കോൺഗ്രസ് ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ആരെ അധികം പിണക്കാതെ വലിയ തട്ടുകൾ ഇങ്ങോട്ട് മേടിക്കാതെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും സമവായത്തിലൂടെ സമാധാനത്തിന്റെ പാടയിൽ അതിലൂടെ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ചില സമയത്ത് അടിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ അടി മേടിച്ച് വീട്ടിൽ പോകേണ്ടതായിട്ട് വരും. അന്താരാഷ്ട്ര പൊളിറ്റിക്സിലുള്ളതാണ്. ഇപ്പൊ ഇസ്രായേലിനോട് അടികിട്ടി അമേരിക്ക വിട്ടു പോയിട്ടുണ്ട്. ഇസ്രായേൽ എപ്പോഴും ഒരിക്കലും ലക്ഷ്യം തെറ്റിയോ ആള് മാറിയിട്ട് അമേരിക്കൻ്റെ ഒരു ഷിപ്പിനെ ആക്രമിച്ചില്ല. വേറെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചത് സ്ഥിതി ആലോചിച്ചു, അമേരിക്ക വിട്ടു പോയത്. ഇസ്രായേല് ഫ്രാൻസിൽ നിന്ന് അവർ കൊടുക്കാൻ തന്നു, പിന്നെ കൊടുക്കാതിരുന്ന U-ബോട്ട്, അവരുടെ ബോട്ടുകൾ ഉണ്ടായിരുന്നു ഡിഫൻസ് ഉപയോഗിക്കുക. ആ ബോട്ടുകൾ രായ്ക്ക് രാമാനം ഫ്രാൻസുകാർ അറിയാതെ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഫ്രാൻസ് കപ്പൽപ്പട കടലിലേക്ക് നീങ്ങിയപ്പോൾ പിന്നെ പ്രസിഡന്റ് ഡീഗോൾ തിരിച്ചു വിളിച്ചു വേണ്ടാന്ന് പറഞ്ഞു. ചിലപ്പോൾ അടിമേടിച്ച് വിട്ടിരിക്കേണ്ടി വരും. അത് രാഷ്ട്രമാണ്. ഫാറൂഖ് അബ്ദുള്ള പറയുന്നത് എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അല്ല, ഇതിന്റെ കാര്യത്തിൽ അയാൾ ഇത് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇയാൾ പറയുന്നത് BJP വളരെ ഗുണകരമാണ്. പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയക്കാരൻ ഞങ്ങൾക്കും കോൺഗ്രസിനും ഒരേ നിലപാടാന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇവിടെയുള്ള BJP സാധാരണ ഇന്ത്യക്കാർ എന്താ വിചാരിക്കുക? പാകിസ്ഥാനിന് സ്വീകാര്യമായത് എന്തോ അത് ഇന്ത്യക്കെതിരാന്നല്ലേ ധരിച്ചു വെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായിട്ട് മുസ്ലിമാണ് ദാവൂദ് ഇബ്രാഹിം. അയാൾ നമ്മുടെ ശത്രുവാണ്. സത്യത്തിൽ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാന്റെ ആളാവുന്നവരെ നമ്മുടെ വലിയ ശത്രുവായിരുന്നില്ല. മറാഠ പിന്നെ അഭിമാനത്തിന്റെ ഭാഗമായിരുന്നു അയാൾ പത്താൻസിനെതിരെ. പക്ഷെ അയാൾ എന്നാ ISIന്റെ ഭാഗമായോ അയാൾ ആന്റി ഇന്ത്യനായി. അതോടുകൂടി പോലീസ് അയാളെ സഹായിക്കുന്നു. പോലീസിന്റെ സഹായം ഉണ്ടായിരുന്നു ഒരു ആദ്യഘട്ടത്തിൽ. അതുപോലെ അവർക്ക് വേറെ താല്പര്യമുള്ള ഒരു ഷിവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബീഹാറിലൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവിടുത്തെ ഒരു MP ഉണ്ടായിരുന്നു ഷഹാബുദ്ദീൻ. അയാളാണ് ഈ മാവോയിസ്റ്റ് വിഭാഗങ്ങളെ JNUയുടെ നേതാവ് ഉണ്ടായി ചന്ദ്രശേഖരനെ വെടിവെച്ച് വന്നത്. അത് CPI നേതാവ് ഇന്ദ്രജിത്ത് ഗുപ്ത ആഭ്യന്തര മന്ത്രിയായിരിക്കുമ്പോൾ. അപ്പോൾ ഇയാൾ ജയിലിൽ കിടന്നിട്ട് ഇലക്ഷൻ ജയിച്ച ആളാണ്. അപ്പം പാകിസ്ഥാൻകാർ പൊതുവെ പറയും അന്ന് ഈ ബീഹാറിലുള്ള മുസ്ലിം ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞത് ഇന്ത്യയിലെ 2 മുസ്ലിങ്ങളെയാണ് പാകിസ്ഥാനികൾ മുസ്ലിങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. ഒന്ന് ദാവൂദ് ഇബ്രാഹിമിനെ, ഒന്ന് ഈ പറഞ്ഞ ഷഹാബുദ്ദീന. ഈ ഷഹാബുദ്ദീൻ സോഷ്യലിസ്റ്റ് ബ്ലോക്കിന്റെ MLA, ലാലുവിന്റെ പാർട്ടിയുടെ MLA. ഈ 2 പേരെ മാത്രമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ അവർ മുസ്ലിങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. കാരണം അവർ പാകിസ്ഥാന്റെ സൈഡിൽ നിൽക്കുന്ന ആളുകൾ അംഗീകരിച്ചില്ല എന്നാണ് ഈ ബീഹാറിലെ എൻ്റെ ഒരു ഫ്രണ്ട്. അവൻ ഏതാണ്ട് ഒരു സെക്കുലർ ആയിട്ട് മുസ്ലിമാണ്. അല്ലെ, എനിക്ക് അവിടെ ഉത്തരേന്ത്യ മുസ്ലിംസിന്റെ വളരെ സുഹൃത്തുക്കളേ ഉള്ളൂ. അതിലൊരാളായിരുന്നു പഠിക്കുന്ന സമയത്ത്. ഞാൻ അവരായിട്ട് ഒത്തുപോകില്ല. അവർ ടർക്കിഷ് ബ്ലഡും ഞാനീ പറയുന്ന മല്ലു അറബ് ബ്ലഡും ആണല്ലോ. അത് ടർക്കിഷ് ബ്ലഡാണ്. അത് ഞാൻ ഒത്തുപോകില്ല, 2 സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം വന്നിട്ട് കാര്യമില്ല, ഞാൻ അടുപ്പിക്കില്ലേ. ഈ പയ്യൻ നല്ല പയ്യനാണ്. എന്നാലും ഇംഗ്ലീഷ് ക്രിസ്ത്യൻസിൻ്റെ സ്കൂൾ ഞങ്ങളുടെ ഒരു കോമൺ ഫാക്ടർ അതാണ്, ക്രിസ്ത്യൻസിൻ്റെ സ്ഥാപനങ്ങളിലൂടെ വന്ന ആളുകളെ. അപ്പം അതിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പം കോൺഗ്രസിൻ്റെ നിലപാട് ഞങ്ങളുടെ നിലപാട് ഒന്നാമത് പാകിസ്ഥാനെ വന്നതായി കോൺഗ്രസിലൂടെ ദോഷം ചെയ്യരുത്. BJPക്ക് ഭയങ്കര സന്തോഷം കേൾക്കുമ്പോൾ. വന്നോട്ടെ സോണിയ വന്നോട്ടെ. ഫാറൂഖ് അബ്ദുള്ള പറയുന്നത് ഞാൻ എക്കാലവും ഇന്ത്യക്കാരനാണ്, പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് കേട്ടല്ല ഞാൻ
ജീവിക്കുന്നത്, ഞാൻ ഇന്ത്യക്കാരനാണ്. അയാൾ പിന്നെ തന്ത്രപരമായ നിലപാടെടുത്തതാണ്. അയാൾ പാകിസ്ഥാന്റെ ഭാഗമായി തിരിഞ്ഞു കൊത്തുമെന്ന് തോന്നിക്കാണുമായിരിക്കും അല്ലേ? തിരിഞ്ഞു കുത്തും. അല്ല, പാകിസ്ഥാന്റെ ഭാഗമായി കഴിഞ്ഞാൽ അയാൾക്കൊരു നിലയും വിലയൊന്നും ഉണ്ടാവില്ല. അവിടെ ഭരിക്കുന്നത് സിന്ധ് ആൻഡ് പഞ്ചാബി മുസ്ലിംസാണ് അവിടെ ഭരിക്കുന്നത്. പാക് അധീനിഷ്ഠ കാശ്മീരിലെ മുസ്ലിങ്ങൾ പട്ടിയുടെ വില പോലും ഇല്ല. അതിലും വലിയ വില ഉണ്ടല്ലോ ഇവിടെ. അതെ അതെ അതെ. അപ്പൊ അത് ഇന്ത്യയിലല്ല ഈ കളിയൊക്കെ നടക്കുള്ളൂ. അധികം കളിച്ചാൽ പട്ടാളം വന്ന് ഷൂട്ട് ചെയ്ത് കളയും. അത് ശരിയാ. ഇവിടെ ഈ അഭിപ്രായങ്ങളൊക്കെ പറയാം, പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ മോഡി വന്നപ്പോഴാണ് ഈ പറച്ചിലൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞത്. അയാളുടെ പറഞ്ഞിട്ട് കാര്യമല്ലെന്നറിയാം. ഇനി വരാൻ സാധ്യതയുള്ള അതിലും കൂടുതലുള്ള സാധനമാണ് അത് യോഗി, അല്ലെ ഹേമന്ത് വിശ്വാസ് ശർമ്മ, ഇനി അതല്ലെങ്കിൽ അമിത്ഷാ. അതെല്ലാം കൂടിയ ഐറ്റംസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ പറച്ചിൽ കുറവായിരിക്കും. ഇപ്പൊ ഇങ്ങനെ തന്നെ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ഈ ഫറൂഖ് അബ്ദുള്ള, ഉമർ അബ്ദുള്ള, അങ്ങനെ വാപ്പ ഫറൂഖ് അബ്ദുള്ള വാപ്പ ഷെയ്ഖ് അബ്ദുള്ള ആദ്യം ഇന്ത്യയുടെ ഭാഗമായിട്ട്, ഷെയ്ഖ് അബ്ദുള്ളന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭാഗമാകലായിരുന്നില്ല, ഇൻഡിപെൻഡന്റ് കാശ്മീർ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അത് കിട്ടില്ല മനസ്സിലായി. പിന്നെ ഇന്ത്യയാണോ പാകിസ്ഥാൻ നോക്കി ഭേദം ഇന്ത്യയാണ്. അതുകൊണ്ട് അയാൾ ഇന്ത്യയുടെ ഭാഗം. ഇതിന്റെ ഉള്ളിൽ കൂടെ അയാൾ ഇൻഡിപെൻഡന്റ് ആണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് നെഹ്റു വിളിച്ചിട്ട്, നെഹ്റു എല്ലാം ഭയങ്കര പേഴ്സണൽ ബന്ധം, ഫാമിലി ബന്ധമുള്ള ആളാണ്, അതായത് ഫാമിലി ഫ്രണ്ട്സ് ആണ്. ഇയാളെ പിടിച്ചിട്ട് ഊട്ടിയിൽ കൊണ്ടുവച്ചിട്ട് തടങ്കല്ലേ, വീട്ടു തടങ്കല്ലേ. പിന്നെ പറയാൻ ഡൽഹിയിൽ വീട്ടു തടങ്കല്ലേ. ഊട്ടിയിൽ വീട്ടു തടങ്കലായപ്പോൾ ഇയാളുടെ ചുമതല ടി.എൻ. ശേഷനായിരുന്നു. നല്ല കാര്യങ്ങളൊക്കെ ഇയാളന്ന് തമിഴ്നാട് കേരള IAS തന്നെയായിരുന്നു. അപ്പം ഇത് സത്യം BJPക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇടയ്ക്കുള്ള ഒരു കാര്യം ചോദിച്ചാൽ, ഈ 370 ഇപ്പം അവിടെ എടുത്തു കളഞ്ഞു. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും തിരിച്ചുകൊണ്ടുവരില്ല. അല്ല, അതില്ലെങ്കിലും വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? കാശ്മീരിയൊക്കെ പോയപ്പോഴാണ് അവരെ തോന്നിയ ദിവസം നടക്കുക. കാശ്മീരിക്കല്ല, കാശ്മീർ തീവ്രവാദികൾ, അവിടെയുള്ള ഈ സമ്പന്നർക്ക്, അവർക്ക് ഇത് വെച്ചുകൊണ്ടാണ് അവരെ മൊത്തം കളി, വിലവേശം. ഇനിയിപ്പോൾ അത് നടക്കില്ലല്ലോ. കാശ്മീരിന് പുറത്ത് നാൾക്ക് അവിടെ ഭൂമി അടിക്കാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല, പെണ്ണിട്ടാൻ പാടില്ല. നമ്മൾ കോഴിക്കോട്ടെ നടി അവിടെയുള്ള അടുത്തന്നെ കെട്ടി നമ്മൾ വിട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും നടക്കില്ല. അല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും 370 തിരിച്ചു? ഇതൊരു മനുഷ്യത്വ ഇത് കൊണ്ട് അല്ല, അത് അവര് വന്നൊരു, അത് ഇവരുടെ ഈ അതിര് കടന്ന ഈ കേട്സി എന്നൊക്കെ നമ്മൾ പറയില്ലേ, മര്യാദ രാമന്മാരാവുന്നതിന്റെ പ്രശ്നമാണ്. മര്യാദ കാണിക്കുന്നത് മര്യാദക്കാരോടാണ്. വിട്ടുപോത്തിനോട് വേദോതിരി കാര്യമുണ്ട്. പാകിസ്ഥാനോടൊന്നും പോയി മര്യാദ കാണിക്കരുത്. അവർക്ക് അവരുടെ ഭാഷ. ഭൂട്ടാനോടൊക്കെ മര്യാദ കാണിക്കും. ബംഗ്ലാദേശിനോട് ഷെയ്ഖ് ഹസീനന്റെ കാലത്ത് മര്യാദ കാണിക്കുക, ഇനി മര്യാദ കാണിക്കരുത്. ശ്രീലങ്കനോട് മര്യാദ കാണിക്കുക. അതെ. പക്ഷെ പുലികളോട് മര്യാദ കാണിക്കരുത്. മര്യാദ ആരോട്? കോൺഗ്രസ് എല്ലാവരോടും മര്യാദ കാണിക്കും. അവസാനം സഹിയിട്ടപ്പോൾ ഒരു അടിയടിക്കും. അത് ഇവർക്ക് തന്നെ തിരിച്ചു. അതാണ് രാജീവ് ഗാന്ധി ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ പിന്നെ ശ്രീലങ്കയിലൊക്കെ അയച്ചപ്പോൾ സംഭവിച്ചത്. അവസാനം അജീനെ നിന്ന് ആലോചനയും കടിച്ച് പിന്നേന്നായി മുന്നോട്ട് തോന്നുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഈ കോൺഗ്രസ് പ്രതികരിക്കുക. അന്നത്തേക്ക് സമയം കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് രാജീവ് ഗാന്ധി അങ്ങനെ തീരുമാനം എടുത്ത അദ്ദേഹത്തിന്റെ ജീവൻ അല്ലെങ്കിൽ കൊന്ന CI ആണല്ലോ, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടും. രാജീവ് ഗാന്ധി ഇവര് ഒന്നിനെ വേദനം കൊല്ലും. കാരണം ഇവര് രണ്ടുപേരുള്ള കാലത്തോളം ഒന്ന് സോഷ്യലിസ്റ്റ് ആ ഒരു ബ്ലോക്കിൽ നിന്നും സോഷ്യലിസ്റ്റ് ചായ്വ് ഇന്ത്യനെ മാറ്റിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് അമേരിക്ക മനസ്സിലായി. ഇവരെ രണ്ടുപേരെ അമേരിക്കൻ ചോപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ച, മോഡിനെ സ്വീകരിച്ച പോലെ. പക്ഷെ ഇവർക്ക് അത് വിട്ടു. ഇപ്പൊ മോഡി അതേ ലൈനില്ല. അതാണല്ലേ എനിക്ക് പേടിയുണ്ടെന്ന് തോന്നുന്നത്. മോഡി അതേ ലൈനില്ല മോഡിയുടെ പോക്ക്. അമേരിക്കയോട് ചേർന്നൊക്കെ ഒന്ന് ഇതുപോലെ രാജീവ് ഗാന്ധി അവിടെ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് വലിയ ഹൈപ്പായിരുന്നു. പക്ഷെ മൂപ്പര് വന്ന അവസാനം ഈ പറഞ്ഞ റഷ്യൻ സോവിയറ്റ് ആ ലൈനിൽ തന്നെ പോയത്. മോഡി ഇപ്പൊ മൂന്നാമത്തെ ടൈം ചെയ്യുന്നത്. മോദിയും ശരിക്കും പറഞ്ഞ റഷ്യൻ ലൈനിലല്ലേ? അതാണ് പറഞ്ഞത്. അമേരിക്കക്കാർ അവിടെ കൂടെ നിൽക്കുന്നു എന്ന് വിചാരിച്ച് ചേർത്ത് പിടിച്ച ഇന്ത്യൻ നേതാക്കന്മാർ പലരും അവസാനം അങ്ങോട്ട് ചായും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. കൂടാൻ കൊള്ളാം. പക്ഷേ അപ്പൊ അമേരിക്ക ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ലിക്വിഡേറ്റ് ചെയ്ത് കളയും. ഇപ്പൊ ഇന്ദിരാഗാന്ധിനെ രാജീവ് ഗാന്ധി അവർ കൊന്നായിട്ട്, അല്ല രാജീവ് ഗാന്ധിന്റെ കാര്യത്തിൽ രാജീവ് ഗാന്ധിയെ കൊല്ലാൻ ആളെ അന്വേഷിച്ച് അവര് പലസ്തീൻ ലിബറേഷൻ ഫോഴ്സിനെ, കാരണം അവിടെ ഭയങ്കര ബന്ധമാണ് ഇന്ത്യ. അവിടെ കാരണം അവിടെ നിന്ന് ഒരാളെ ഉപയോഗിച്ച് കൊന്നു കഴിഞ്ഞാൽ പല ഗുണങ്ങളുണ്ട്. ഇന്ത്യ അവരും തമ്മിലുള്ള ബന്ധം പിന്നെ ഷട്ടേഡാവും. പിന്നെ ഈ പറഞ്ഞ ഇന്ത്യ അവർ നമ്മുടെ ഷട്ടിൽ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും, അതില്ലാതാവും. താരതമ്യം എളുപ്പമായിരിക്കും, കാരണം ഇന്ത്യക്ക് വലിയ വിശ്വാസമായതുകൊണ്ട്. പക്ഷെ അത് അന്ന് തന്നെ അവിടുത്തെ ഇന്റലിജൻസ് PLOന്റെ ഇന്റലിജൻസും കൂടെ അറിയിച്ചാണ് രാജീവ് ഗാന്ധിനെ. അല്ല, ഇന്ദിരാഗാന്ധിയുടെ ഞാൻ കേട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും റിപ്പോർട്ട് കൊടുത്തിരുന്നു. കാരണം ഇവരെ വധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരത് അവഗണിച്ചു. രാജീവ് ഗാന്ധി അവഗണിച്ചു. അതിന്റെ വിലയാണ് കിട്ടിയത്. ഈ അവഗണിക്കുന്നത് പിന്നെ അതൊരു രഹസ്യമായ ഉപദേശം കൊടുക്കുന്ന ചില ഉപദേശകരുണ്ടാവും. ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ആഖ്യാതമാൻ
ആർക്ക് ധവാൻ? രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇങ്ങനെ ആളുകൾ ഉണ്ടാവും, രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ. നിങ്ങൾ ജനകീയനായാലും അടുത്ത ജനങ്ങൾ മാറിയത് കൊണ്ടാണ് നമുക്ക് അധികാരം നഷ്ടപ്പെട്ടത്. നിങ്ങളും അമ്മയൊക്കെ ഒരു ഘട്ടമെത്തിയപ്പോൾ ഈ ചില്ലുകൂട്ടുന്ന് സംസാരിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പാവാത് കെട്ടി ചാടി ജനങ്ങളുടെ ഇടയിലേക്ക് കൊന്നു കളഞ്ഞു. അതാണ് സംഭവം. പക്ഷെ മോഡി അത്ര പാവല്ല, മൂപ്പർക്കറിയാം അവിടെ നിൽക്കണമെന്നൊക്കെ. അതുകൊണ്ട് പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഈ വിമാനങ്ങൾ മൊത്തം കൺട്രോൾ ചെയ്യുന്നവരാണ്. ഒന്ന് എയർബസ് അല്ലെങ്കിൽ ബോയിങ്, ഇതിലൊക്കെ സഞ്ചരിക്കുന്നു. അതെ. അതുകൊണ്ട് ഈ മോഡി റഷ്യക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ നിലപാടെടുക്കുന്ന സത്യത്തിൽ പേടിയാണ്. കാരണം ഇന്ത്യക്ക് ഈ ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ കിട്ടിയ ഏറ്റവും പവർഫുൾ ലീഡറാണ് മോഡി. നമുക്കൊക്കെ മോഡിയുടെ വേറെ പല കാര്യത്തിലും വിയോജിപ്പൊക്കെ ഉണ്ടാവും. ഈസ് എ പവർഫുൾ ലീഡർ, അതൊക്കെ നാഷൻ ഫസ്റ്റാണ്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു ആപത്തൊക്കെ വന്ന്, ഐ മീൻ മോഡിക്ക് അങ്ങനെ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഇനി വരുന്ന ആളുകൾക്ക് അത്ര ധൈര്യം വരും. ഇത് നിങ്ങൾ വിചാരിക്കുന്ന കളിയല്ല. സൂക്ഷിച്ച് കഴിഞ്ഞ് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇടുത്തല മൂത്തുള്ള സാധനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.